എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് KSEBയുടെ വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പിനെ കുറിച്ചാണ്. അതായത് കറണ്ടിൻ്റെ ഉപയോഗം രാത്രികാലങ്ങളിൽ കുറച്ചില്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്നാണ് KSEB അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ രാത്രികാലങ്ങളിൽ ഇടയ്ക്കിടെ കറണ്ട് പോകുന്നുണ്ട്. കറണ്ട് പോയി കഴിഞ്ഞാൽ 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കറണ്ട് വരിക. അപ്പോൾ KSEB പറയുന്നത് കറണ്ടിൻ്റെ ഉപയോഗവും ഏറ്റവും കൂടിയ ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമറിനൊക്കെ കേട് സംഭവിക്കാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ എന്തെങ്കിലും കേട് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റനൻസ് പെട്ടെന്ന് ചെയ്യാൻ കഴിയണമെന്നില്ല എന്നാണ് KSEB പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ രാത്രിയൊക്കെ എന്തെങ്കിലും ട്രാൻസ്ഫോമറിന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും അത് നേരെയാക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ് എന്നാണ് KSEB അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ KSEB പറയുന്നത് എല്ലാ ഉപഭോക്താക്കളും കുറച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ളതാണ്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് രാത്രികാലങ്ങളിൽ അത്യാവശ്യമില്ലാത്ത ഉപകരണങ്ങളുടെ പ്രവർത്തനം പരമാവധി ഒഴിവാക്കുക. അതായത് ഇപ്പോൾ വാഷിംഗ് മെഷീന്, അയൺ ബോക്സ്, മിക്സി, ഗ്രൈൻഡർ, ഇൻഡക്ഷൻ സ്റ്റവ് ഇത്തരം ഉപകരണങ്ങളൊക്കെ രാത്രി ഉപയോഗിക്കുന്നത് പരമാവധി ഒഴിവാക്കാനാണ് KSEB ആവശ്യപ്പെടുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് പകൽ സമയം തന്നെ ചെയ്തു വെക്കാം. അതേപോലെ തന്നെ അരയ്ക്കാനോ പൊടിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വൈകുന്നേരത്തിന് മുന്നേ ആയിട്ട് ചെയ്തു വെക്കാനാണ് KSEB ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ മോട്ടോറുകൾ യാതൊരു കാരണവശാലും ഈ രാത്രി സമയങ്ങളിൽ പ്രവർത്തിപ്പിക്കരുത് എന്നാണ് KSEBയുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് അല്ലേ. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ പല ആളുകളും ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു 6 മണി 7 മണിക്ക് അത് ചാർജിലിടും. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കിയിട്ട് രാത്രി ഒരു 12 മണിക്ക് ശേഷമേ ചാർജ് ചെയ്യാവൂ എന്നാണ് KSEB പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വൈകുന്നേര സമയങ്ങളിൽ ലോഡ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ വോൾട്ടേജ് കുറയാനും വോൾട്ടേജിൽ ഏറ്റക്കുറച്ചിൽ വരാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ കംപ്ലൈൻറ്റ് വരാനുള്ള സാഹചര്യം കൂടും എന്നാണ് KSEB പറയുന്നത്. അതുകൊണ്ട് 12 മണിക്ക് ശേഷം, രാത്രി 12 മണിക്ക് ശേഷം ഇത്തരം ഉപകരണങ്ങൾ ചാർജ് ചെയ്യാനാണ് KSEB ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ KSEB പറയുന്ന മറ്റൊരു കാര്യം വ്യാപാര സ്ഥാപനങ്ങളിലെ അലങ്കാര ലൈറ്റുകളുടെ നിയന്ത്രണമാണ്. മിക്കവാറും എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും അനാവശ്യമായിട്ടുള്ള ലൈറ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അത്തരം അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന എല്ലാതരം ലൈറ്റുകളും രാത്രി 9 മണിക്ക് ശേഷം ഓഫ് ചെയ്യണം എന്നാണ് KSEB അറിയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, മിക്കവാറും എല്ലാ വീടുകളിലും ധാരാളം ഡെക്കറേഷൻ ലൈറ്റുകളുണ്ട് അല്ലേ. അത്തരം ഡെക്കറേഷൻ ലാമ്പുകളൊക്കെ അത് LED ആണെങ്കിൽ പോലും വളരെ കുറച്ച് കറണ്ട് മാത്രമേ ഉപയോഗിക്കുള്ളൂ എങ്കിലും നമുക്കറിയാം പലതുള്ളി പെരുവെള്ളം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വീടുകളിലുള്ള എല്ലാ അലങ്കാര ബൾബുകളും പരമാവധി ഓഫ് ചെയ്ത് സഹകരിക്കണമെന്നാണ് KSEB അറിയിച്ചിട്ടുള്ളത്. അതേപോലെ KSEB പറയുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് AC-യുടെ ഉപയോഗം. AC-യുടെ ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ KSEB പറയുന്നുണ്ട്. അതായത് 26-ന് മുകളിലാണ് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യേണ്ടത് എന്നാണ് KSEB പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ 25-ന് മുകളിലേക്ക് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുമ്പോൾ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ഉപയോഗത്തിൽ നല്ല മാറ്റം വരും. സാധാരണ അവസ്ഥയിൽ 24 ഡിഗ്രിയേക്കാളും താഴേക്ക് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഉപയോഗം വളരെ കൂടും. അതായത് കംപ്രസറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ AC-യെ സംബന്ധിച്ച് ലോഡ് വളരെ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു 26, 27, 28 ആ റേഞ്ചിലൊക്കെ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്രസറിൻ്റെ വർക്കിംഗ് ലോഡ് കുറവായിരിക്കും. അതുകൊണ്ട് കറണ്ടിൻ്റെ ഉപയോഗം കുറയുകയും ചെയ്യും. അതിനേക്കാൾ ഉപരി നമ്മളെ സംബന്ധിച്ചിട്ട് 26, 27, 28 ആ രീതിയിൽ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും അത് ഗുണമാണ് ചെയ്യാം. കാരണം വളരെ താഴ്ന്ന ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം നിലവിൽ നമ്മുടെ ചൂട് 38 ഡിഗ്രിയേക്കാളും മുകളിലാണ് വരുന്നത്. അങ്ങനെ ആ 38 ഡിഗ്രിയൊക്കെയുള്ള ചൂടും നമ്മൾ പെട്ടെന്ന് AC റൂമിലേക്ക് വരുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ 24 ഡിഗ്രിയേക്കാളും അല്ലെങ്കിൽ 20 ഡിഗ്രിയേക്കാളും പെട്ടെന്ന് ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരികയാണ്. ചില ആളുകൾ ചെയ്യുന്ന കാര്യമാണ് 1 മണിക്കൂറൊക്കെ AC ഇങ്ങനെ 18-ലൊക്കെ ഇട്ട് AC ഓഫ് ആക്കിയിട്ട് ഫാൻ ഇട്ട് കിടക്കും. അത് അതിലേറെ ദോഷമാണ് ചെയ്യാം. കാരണം AC ഇട്ട റൂമിൽ നമ്മൾ AC ഓഫ് ആക്കിയിട്ട് ഫാൻ ഇടുന്നത് നമുക്ക് പല രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഈ ചൂട് നിന്ന് പെട്ടെന്ന് നല്ല കൂളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാലും ആ ഏറ്റക്കുറച്ചിൽ നമുക്ക് പല രീതിയിലുള്ള കഫക്കെട്ട്, അലർജികൾ, ജലദോഷം ഇതൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ AC-യുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 26,
27, 28 ആ ഡിഗ്രി സെറ്റ് ചെയ്താൽ നമ്മുടെ ശരീരത്തിനും ഏറ്റവും ഗുണമാണ്. നമുക്കൊരു എനർജിയാണ് കിട്ടുക, ഒരു ഉന്മേഷമാണ് കിട്ടുക. അതേപോലെ തന്നെ കറണ്ടിലും വൻ ലാഭം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ AC-യുടെ ഫിൽറ്റർ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ റൂമിലൊക്കെ ധാരാളം പൊടികളും ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ പൊടിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ AC ആ പൊടിയൊക്കെ വലിച്ചെടുക്കുകയാണ് ചെയ്യുക അല്ലേ? അങ്ങനെ വലിച്ചെടുത്തിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ എയറിനെ വലിച്ചെടുക്കുമ്പോൾ അതിനോട് കൂടെ ഈ ചെറിയ പൊടിയൊക്കെ ആ ഫിൽറ്റർ പോയിട്ട് തടഞ്ഞു നിൽക്കും. അങ്ങനെ വരുമ്പോൾ അവിടെയൊക്കെ ഫംഗസ് ബാധ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല അത് കൂളിങ്ങിനെയും ബാധിക്കും. അതുകൊണ്ട് ഫിൽറ്റർ നമുക്ക് തന്നെ ഊരിയെടുക്കാവുന്നതാണ്. അത് ഊരിയെടുത്തിട്ട് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, AC ഉപയോഗിക്കുന്ന റൂമുകൾ കൃത്യമായിട്ട് ക്ലോസ്ഡ് ആയിരിക്കണം. അതായത് വാതിലിൻ്റെ അടിയിൽ കൂടെയൊക്കെ ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ആ ഗ്യാപ്പ് കൂടെ അല്ലെങ്കിൽ നമുക്കറിയാം എയർ ഹോൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ കൂടെയൊക്കെ എന്തായിരിക്കും ഈ കൂളിംഗ് പുറത്തേക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ റൂമിൽ ടെമ്പറേച്ചറിൽ മാറ്റം വരും. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്രസറിന് ഓവറായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അത് കറണ്ട് കൂട്ടാൻ കാരണമാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഇത്തരം എയർ ഹോൾസ് കൃത്യമായിട്ട് അടച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോൾ ഈ വാതിലിൻ്റെ അടിയിലുള്ള ചെറിയൊരു ഗ്യാപ്പൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അടയ്ക്കാവുന്ന രീതിയിലുള്ള വാഷറൊക്കെ ഇപ്പോൾ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. ചെറിയൊരു വില മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ വെച്ച് നമ്മൾ കൃത്യമായിട്ട് അടച്ചു വെക്കുക. അതേമാതിരി എയർ ഹോളൊക്കെ ഉണ്ടാവും, അത് കൃത്യമായിട്ട് ക്ലോസ് ചെയ്ത് വെക്കുന്നത് വേണം. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞു 1-2 മണിക്കൂർ AC നല്ല കൂളിംഗ് ഇട്ടിട്ട് ഒരു കാരണവശാലും അത് ഓഫാക്കിയിട്ട് ഫാൻ ഇട്ട് കിടന്നുറങ്ങരുത്. അതേപോലെ തന്നെ സാധാരണ സീലിംഗ് ഫാനുകളൊക്കെ പരമാവധി മാറ്റിയിട്ട് BLDC ടൈപ്പ് ഫാനുകളാക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറണ്ടിൻ്റെ ഉപയോഗത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും. പക്ഷേ BLDC ഫാനുകൾക്ക് റേറ്റ് കുറച്ച് കൂടുതലാണ്. അതേസമയം നമ്മളത് കുറച്ചു കാലം ഉപയോഗിക്കുമ്പോൾ കറണ്ടിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും. അതുവഴി കറണ്ട് ബില്ലിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ഫാനോ ലൈറ്റോ ഒക്കെ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് പുറത്തേക്ക് വരിക. അതേമാതിരി ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് അവിടെ എക്സോസ്റ്റ് ഫാനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ആവശ്യാനുസരണം അത് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സമയത്ത് അത് ഓഫ് ചെയ്ത് വെക്കുക. ഇപ്രകാരം എല്ലാ ആളുകളും കറണ്ടിൻ്റെ ഉപയോഗത്തിൽ ഒരു ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കറണ്ടിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് സഹകരിക്കണം എന്നാണ് KSEB അറിയിച്ചിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ AC ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും AC ഉപയോഗിക്കുമ്പോൾ എങ്ങനെ നമുക്ക് പരമാവധി കറണ്ട് ലാഭിക്കാം, അതേപോലെ AC വാങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കറണ്ട് ചാർജ് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ, ഇങ്ങനെ കുറേ വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഈ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.